നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തിയ 94.032 ഗ്രാം MDMA-യുമായി യുവതിയും കാമുകനും എക്സൈസിന്റെ പിടിയിൽ. എറണാകുളം സൗത്തിലെ ലോഡ്ജിൽ നിന്ന് ബുധനാഴ്ച രാത്രിയാണ് 65.27 ഗ്രാം രാസലഹരിയുമായി കാമുകനെ പിടികൂടുന്നത്. ബാക്കി 28.76 ഗ്രാം രാസലഹരിയുമായി ആലപ്പുഴയിലെ വീട്ടിൽ ഭദ്രമായി ഒളിപ്പിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് യുവതി പിടിയിലായത്. ഇതോടെ 4 കൊല്ലത്തെ കൂട്ടുകച്ചവടത്തിന് എക്സൈസ് കൂച്ചുവിലങ്ങിട്ടു. ആലപ്പുഴ പുതുവൽ കോമന വീട്ടിൽ എസ് സരിത 39, ഇന്റീരിയൽ ഡെക്കറേഷൻ തൊഴിലാളി ആലപ്പുഴ തൃക്കുന്നപ്പുഴ കോട്ടയമുറി പാണ്ഡികശാലയിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി 29 എന്നിവരാണ് പിടിയിലായത്. വിവാഹമോചിതയായ സരിതയും മുഹമ്മദ് ഷാഫിയും 4 കൊല്ലമായി അടുപ്പത്തിലാണ്. ആലപ്പുഴയിലും 2 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഈ മുഹമ്മദ് ഷാഫി. ബാംഗ്ലൂരുവിൽ നേരിട്ടെത്തിയാണ് രാസലഹരി വാങ്ങുന്നത്. ഇത്തവണ 100 ഗ്രാം MDMA-യുമായിട്ടായിരുന്നു വരവ്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കടത്തുന്നത് സരിതയാണ്. ട്രെയിൻ ഒഴിവാക്കി ടൂറിസ്റ്റ് ബസ്സുകളിലാണ് കേരളത്തിലേക്ക് യാത്ര. 3 തവണ ബസ് മാറിക്കയറും. ഇത്തവണ കാമുകനൊപ്പം ബാംഗ്ലൂരുവിൽ നിന്ന് വരും വഴി കണ്ണൂർ ഇരിട്ടി ഭാഗത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ബസ്സിൽ നിന്നിറങ്ങിയ സരിത മറ്റൊരു ടൂറിസ്റ്റ് ബസ്സിലാണ് കൊച്ചിയിലെത്തിയത്. ഇവരിൽ നിന്ന് MDMA വാങ്ങുന്ന യുവാവ് പിടിയിലായതോടെയാണ് കമിതാക്കളുടെ രാസലഹരി വിൽപ്പനയെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് സൗത്തിലെ ലോഡ്ജിൽ എക്സൈസ് എത്തുമ്പോൾ 65.27 ഗ്രാം രാസലഹരിയുമായി മുഹമ്മദ് ഷാഫി മാത്രം. ബാക്കി ലഹരിയുമായി ആലപ്പുഴയിൽ പോയ സരിത മടങ്ങിയെത്തും വരെ എക്സൈസ് രഹസ്യമായി നിലയുറപ്പിച്ചു. വൈകി തിരിച്ചെത്തിയപ്പോഴാണ് സരിതയെ കസ്റ്റഡിയിലെടുക്കുന്നത്. കൊച്ചിയിലെ പ്രധാന നിശാ പാർട്ടികൾക്ക് രാസലഹരി നൽകുന്നത് ഇവരാണ്. 5 ഗ്രാം 10 ഗ്രാം അളവിലാണ് കൈമാറ്റം. സിഗ്നൽ ആപ്പ് വഴിയാണ് ഇടപാടുകൾ. ഈ ആപ്പ് പേരുമാറ്റി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. വെദർ എന്ന പേരിലാണ് ഈ ആപ്പിലൂടെ മുഹമ്മദ് ഷാഫിയും സരിതയും രാസലഹരി ഇടപാടുകൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് തടൈ ന്യൂസ്.